വീണ ജോർജിന്റെ ഗൺമാൻ ആയിരുന്നു പറഞ്ഞത്. ആയുധം കൊണ്ട് കഴുത്തിന് ഇടിച്ചു, കഴുത്തിന് ആക്രമിച്ചു, കഴുത്ത് പിടിച്ച് തിരിച്ചു എന്നൊക്കെ പറഞ്ഞത് മന്ത്രിയുടെ ഗൺമാൻ ആയിരുന്നു. ആ ഗൺമാൻ പറഞ്ഞതിനനുസരിച്ചാണ് ഈ യൂത്ത് കോൺഗ്രസ് ഈ മന്ത്രിയുടെ മക്കളാവാൻ പ്രായമുള്ള ഈ 5 യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെയാണ് 14 ദിവസം അല്ലെങ്കിൽ 18 ദിവസം തടവിലിട്ട് കേട്ടോ. എന്നിട്ട് ഈ പെടലി മന്ത്രി പറയാണ്, കരിങ്കൊടി പ്രതിഷേധം, കഴുത്തിന് പരിക്കേറ്റത് ഉന്തിലും തള്ളിലും. അവിടെ ഉന്തും തള്ളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇതായിരുന്നു അന്നേ ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ പറഞ്ഞത്. അവിടെ ഒരു ഉന്തും തള്ളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഈ ഉന്തും തള്ളിയും മന്ത്രിയും പെട്ടിട്ടില്ലാന്നേ. മന്ത്രി ഉന്തും തള്ളൊക്കെ പോലീസുകാരും ഈ പറയുന്ന പ്രതിഷേധക്കാരും തമ്മിലാണ് ഉന്തും തള്ളൊക്കെ ഉണ്ടായത്. മന്ത്രി ഇങ്ങേപ്പുറത്തേക്ക് മാറി നിൽക്കണം. അതിനിടയ്ക്ക് മന്ത്രി പോലീസുകാരുടെ അടുത്തേക്ക് ഇങ്ങനെ കുതിച്ച് ചാടുന്നുണ്ട്. അങ്ങനെ ഒരു ഉന്തും തള്ളുണ്ടായിട്ടുണ്ട് കേട്ടോ. അതായത് മന്ത്രി പോലീസിന്റെ വലയം ഭേദിച്ചുകൊണ്ട് ഈ പ്രതിഷേധക്കാരുടെ അടുത്തെത്താൻ വേണ്ടി വരുന്നടാ എന്നൊക്കെ പറഞ്ഞിട്ട് മന്ത്രി ഒരു ഷോ കാണിക്കുന്നുണ്ട്. അങ്ങനെ മന്ത്രി ഒരു ഷോ കാണിക്കുന്നത് അല്ലാതെ ഈ യൂത്ത് കോൺഗ്രസ്സുകാർ KSUകാർ മന്ത്രിയുടെ അടുത്തേക്ക് എത്തിയിട്ടില്ല. അപ്പൊ ഈ വാർത്ത പറയുന്നത് ഇങ്ങനെയാണ്: കരിങ്കൊടി പ്രതിഷേധത്തിനിടെ വധശ്രമത്തിന് ശ്രമിച്ചു എന്ന കേസിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ മൊഴി പുറത്ത്. കഴുത്തിന് പരിക്കേറ്റത് ഉന്തിലും തള്ളിലും എന്നാണ് വീണ ജോർജിന്റെ മൊഴി. കഴുത്തിന് പരിക്കേറ്റത് ഉന്തിലും തള്ളിലും, അതായത് വധശ്രമം ഉണ്ടായിട്ടില്ല, ആയുധം കൊണ്ട് ആക്രമിച്ചിട്ടില്ല. തന്റെ കഴുത്തിന് പരിക്കേറ്റത് എങ്ങനെയാണ്? ഉന്തിലും തള്ളിലും. ഉന്തിലും തള്ളിലും. ഏതുന്തിലും തള്ളിലും? മന്ത്രി തന്നെ ഉണ്ടാക്കിയ ഒരു ഉന്തും തള്ളും, മന്ത്രിയും പോലീസുകാരും തമ്മിൽ ഉണ്ടാക്കിയ ഒരു ഉന്തും തള്ളിലാണ് മന്ത്രിയുടെ കഴുത്തിന് പരിക്കേറ്റതെന്ന് ഈ മന്ത്രി വീണ ജോർജ് പറയുകയാണ്. വീണ ജോർജിനെ പോലെ ഇത്രയും കള്ളം പറയുന്ന ഒരു മന്ത്രി, ഈ ഒന്ന് പിണറായി വിജയൻ മന്ത്രിസഭയിൽ പിണറായി മുതൽ ഇങ്ങോട്ടേക്കുള്ള മന്ത്രിമാർ മുഴുവൻ കള്ളം പറയുന്ന ആൾക്കാരാണ് നമുക്കറിയാം. പക്ഷെ അതിൽ ഒന്നാം സ്ഥാനം വീണ ജോർജിന് തന്നെയാണ്. ഇങ്ങനെ ഒരു കള്ളം, അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഒരു 10-40 ക്യാമറകൾ, CCTV, അതായത് റെയിൽവേ സ്റ്റേഷന്റെ 1ാം പ്ലാറ്റ്ഫോം, അവിടെ വെച്ചിട്ട് KSUക്കാര് കരിങ്കൊടി വീശിയപ്പോ അവര് ആയുധം കൊണ്ട് ആക്രമിച്ചു, കഴുത്ത് പിടിച്ചു, തിരിച്ചു, വളച്ചു, ഒടിച്ചു എന്നൊക്കെ പറയുമ്പോ ഈ ക്യാമറകളിലൊന്നും ഇത് പതിഞ്ഞിട്ടില്ല. ഒരു ക്യാമറയിൽ ഇത് പതിഞ്ഞിട്ടില്ല. അപ്പോഴാണ് യൂത്ത് കോൺഗ്രസ്സുകാർ പറഞ്ഞു ഏതെങ്കിലും ഒരു ദൃശ്യം, അതായത് KSUക്കാർ ഈ ആരോഗ്യമന്ത്രിയെ ആക്രമിക്കുന്ന എന്തെങ്കിലും ഒരു ദൃശ്യം ആരെങ്കിലും അത്രയൊരു ദൃശ്യം തന്നാൽ അവർക്ക് 1 ലക്ഷം രൂപ ഞങ്ങൾ സമ്മാനം കൊടുക്കാം എന്നാണ് എന്റെ ഓർമ്മ. 1 ലക്ഷം 1 കോടിയോ എത്രയോ സമ്മാനം കൊടുക്കാം. വേറെ ഒരാൾ പറഞ്ഞു ഒരു ഫുൾ പ്ലേറ്റ് മന്തി വാങ്ങിക്കൊടുക്കാം എന്ന് പറഞ്ഞ് പരിഹസിക്കാൻ. കാരണം ഒരു കാര്യമില്ലാതെ ഇവിടെ നാട്ടിൽ എത്ര കരിങ്കൊടി പ്രതിഷേധങ്ങൾ, കരിങ്കൊടി പ്രകടനങ്ങൾ നടന്നിട്ടുണ്ടല്ലേ. അപ്പൊ കരിങ്കൊടി പ്രകടനം നടക്കുമ്പോ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കഴുത്ത് പിടിച്ച് അഭിനയിച്ച, ഞാൻ വീണ ജോർജിന് കുറ്റം പറയുന്നില്ല. വീണ ജോർജ് ആദ്യമൊന്നും അങ്ങനൊരു അങ്ങനെയൊരു നാടകം കളിയൊന്നും കളിച്ചിട്ടില്ല. ഇത് ഷംസീറാണ് യഥാർത്ഥത്തിൽ സംവിധായകൻ. ഷംസീറാണ് പറഞ്ഞത് ഏതായാലും നമുക്കൊരു നാടകം കളിക്കാം, നാടകം കളിച്ചു കഴിഞ്ഞാൽ കുറച്ച് നമുക്കൊരു അനുകമ്പയൊക്കെ കിട്ടും. അനുകമ്പ എന്ന് പറഞ്ഞാൽ ആരോഗ്യവകുപ്പ് ആകെ കുത്തഴിഞ്ഞു കിടക്കുകയായിരുന്നു. ഒരുപാട് തരത്തിലുള്ള പരാതികളുടെ പ്രവാഹമായിരുന്നു. അപ്പോഴത്തേക്കാണ് ഒരു സെന്റിമെന്റൽ ഒരു അപ്രോച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു അനുകമ്പ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു നാടകം കളി പ്ലാൻ ചെയ്തത്. മാത്രമല്ല ഇലക്ഷൻ വരികയാണല്ലോ. ഇലക്ഷൻ വരുന്ന സമയത്ത് തന്നെ ഈ പാവം ഈ KSUക്കാരുടെ ഭീകരമായ ആക്രമണത്തിനിരയായ ആരോഗ്യമന്ത്രിയെ, അതാണല്ലോ മുദ്രാവാക്യം വിളിച്ചത്, അച്ഛനില്ലാ നേരത്ത് അമ്മക്കുണ്ടായ പട്ടികളെ എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇവരെ ആകെ പ്രകോപിപ്പിച്ച ആ ഒരു സംഭവം ഉണ്ടായത്. എന്താ ചെയ്യല്ലേ. ആ വാർത്തയുടെ ബാക്കി ഇങ്ങനെയാണ്: ആയുധം ഉപയോഗിച്ച് കഴുത്തിന് പരിക്കേൽപ്പിച്ചു എന്നായിരുന്നു ഗൺമാന്റെ പരാതി. വീണ ജോർജ് ചെയ്യേണ്ടതായിരുന്നു അറിയോ? ഈ ഗൺമാനെതിരെ നിങ്ങളുടെ അടുത്തുള്ള ഗൺമാൻ ഇങ്ങനെ ഒരു മൊഴി നൽകുന്നത് നിങ്ങൾ അറിയാതെ നിങ്ങളൊരു മൊഴി നൽകുക. അപ്പൊ ഇത് വീണ ജോർജിന്റെ എല്ലാവിധ അറിവോടെയാണ് ഗൺമാൻ ഇങ്ങനെ ഒരു മൊഴി നൽകിയത്. ആയുധം കൊണ്ട് ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ വീണ ജോർജ് ഈ ഒരു നാടകത്തിന് പിരിമുറുക്കം കൂട്ടാൻ വേണ്ടിയിട്ട് വീണ ജോർജ് ശ്രമിച്ചായിരുന്നു. മാത്രമല്ല അന്ന് ഈ ജില്ലാ ആശുപത്രിയിൽ നിന്ന് അതിന്റെ ഒരു മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഇവരുടെ ഒരു ഇഞ്ചുറി റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇവരുടെ കഴുത്തിന് ഒരു തകരാറില്ല എന്നാണ്. അതായത് ജില്ലാ ആശുപത്രിയില് മന്ത്രിയുടെ കഴുത്തിന് ഒരു തകരാറുമില്ല. മന്ത്രി കഴുത്തിന് വേദന അനുഭവപ്പെടുന്നു എന്നുള്ളൊരു കാര്യം മാത്രമേ അവർ പറയുന്നുള്ളൂ. അതിനുള്ളിൽ ഒരു ഇഞ്ചുറി ഇല്ല. എക്സ്റേ എടുത്തിട്ടോ ഒന്നും ഒരു ഇഞ്ചുറി ഇല്ല. ഇഞ്ചുറി ഉണ്ട് എന്ന് പറയുന്നപ്പോഴാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോ
പരിയാരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന അറിയാലോ, ഇതൊരു സി പി എമ്മിന്റെ മറ്റൊരു ബ്രാഞ്ച്, അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഒരു ലോക്കൽ, അല്ലെങ്കിൽ സി പി എമ്മിന്റെ മറ്റൊരു AKG സെന്ററാണ് ഇത്, ഈ പരിയാരം മെഡിക്കൽ കോളേജ്. അവിടെയുള്ള 16 ഡോക്ടർമാർ ഉളുപ്പില്ല, 16 ഡോക്ടർമാർ എഴുതി ഒപ്പിട്ടതാണ് മറ്റേ കഴുത്തിന്റെ മൂലാഗ്രം തേഞ്ഞു പോയി. എന്നിട്ടാണ് പിറ്റേന്ന് കാറിൽ 300 കിലോമീറ്റർ യാത്ര ചെയ്ത് വീട്ടിലേക്ക് പോയത്. ഏതായാലും ഇപ്പൊ തന്നെങ്കിലും വീണ ജോർജ് സത്യം പറഞ്ഞു, ഒന്നും തള്ളുകയുണ്ടായിട്ടുള്ളൂ. അപ്പോഴാണ് കഴുത്തിന് വേദന തുടങ്ങിയത്. ഗവൺമെന്റ് പരാതി കഴിഞ്ഞ ദിവസമാണ് മന്ത്രി വിശദമായ മൊഴി നൽകിയത്. ഈ മൊഴിയിലാണ് പരാതിയിൽ നിന്നും വിരുദ്ധമായ കാര്യങ്ങളുള്ളത്. കേസിൽ പോലീസ് എടുത്ത FIR-ന് വിരുദ്ധമായായിരുന്നു പോലീസുകാരും മൊഴി നൽകിയത്. നേരത്തെ തന്നെ പോലീസുകാരും മൊഴി നൽകിയിരുന്നു, ഇങ്ങനെ വലിയ ഈ ആക്രമണമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പോലീസുകാരും മൊഴി നൽകിയിരുന്നു. KSU പ്രവർത്തകരുടെ കയ്യിൽ ആയുധമുണ്ടായിരുന്നില്ല എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരും മൊഴി നൽകിയിരുന്നത്. ഗ്രേഡ് SI പ്രകാശ്, SI അനുരാജ്, CPO അഖിൽ എന്നിവരാണ് KSU പ്രവർത്തകരുടെ കൈവശം ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് മൊഴി നൽകിയിരുന്നത്. ഇതൊക്കെ പോട്ടെ, അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഷാജൻ സ്കറിയുടെ ഒരു പോസ്റ്റ് ഉണ്ട്. ICUവിൽ ജീവന് വേണ്ടി പടയുന്ന മന്ത്രിയെ കണ്ട് പൊട്ടിക്കരയുന്ന കാരണഭൂതൻ. അതായത് അന്ന് എല്ലാ സോഷ്യൽ മീഡിയയിലും, എനിക്ക് തോന്നുന്നു പത്രങ്ങളിലൊക്കെ പടം വന്നിരുന്നു. അതായത് ഐസിയുവില് വീണ ജോർജ് ഇങ്ങനെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെട്ടിയിട്ട വാഴ പോലെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോഴാണ് കാരണഭൂതം ഇങ്ങനെ കണ്ണിൽ നിന്ന് കുഡുകുഡ കണ്ണീരിങ്ങനെ ഒലിപ്പിച്ചുകൊണ്ട് കാരണഭൂതം ഇങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട്, തൊട്ടടുത്ത് KK രാഗേഷ്, ഇങ്ങനത്തെ ഒരു ചിത്രം, ആ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ഷാജൻ സ്കറി എഴുതിയത്, ICUവിൽ ജീവന് വേണ്ടി പിടയുന്ന മന്ത്രിയെ കണ്ട് പൊട്ടിക്കരയുന്ന കാരണഭൂതൻ. വീണ ഇന്ന് മൊഴി മാറ്റിയതോടെ ഇവറ്റകൾ എങ്ങനെയാണ് ഈ നാടിനെ ഒറ്റിക്കൊടുത്തത് എന്ന് വ്യക്തമാക്കാൻ ഈ ചിത്രം ചരിത്രത്തിന്റെ ഭാഗമായി അവശേഷിക്കും. ചില ചിത്രങ്ങൾ അങ്ങനെയാണ്, ചില ചിത്രങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമായി അവശേഷിക്കും. ഈ ചിത്രമുണ്ടല്ലോ, അതായത് വീണ ജോർജിന്റെ നാടകം കളി, ഈ നാടകം കളിയുടെ ഭാഗമായി ആരും കൂടി മാറുകയാണ്. പിണറായി വിജയനും KK രാഗേഷും ഒക്കെ ഈ നാടകത്തിന്റെ ഭാഗമായി മാറിയിട്ട് ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരു സർക്കാർ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ജനങ്ങളെ പറ്റിക്കുക, ജനങ്ങളെ വഞ്ചിക്കുക, കപട നാടകം കളിക്കുക. ഏതായാലും ഈ 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ ആറന്മുളയിലെ വോട്ടർമാര്, എനിക്ക് തോന്നുന്നത് ആറന്മുളയിലെ വോട്ടർമാര് വീണ ജോർജിന് കൊടുക്കേണ്ടത് കൊടുക്കും. 8 നിലയിൽ വീണ ജോർജ് ആറന്മുളയിൽ പൊട്ടുക തന്നെ ചെയ്യും. അവിടെ അബിൻ വർക്കിയാണ് വീണ ജോർജിനെതിരെ മത്സരിക്കുന്നത്. അപ്പോൾ അബിൻ വർക്കി വമ്പിച്ച വിജയം നേടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ പറയുക, ഒരു കണക്കും തീർക്കാതെ കാലം മുന്നോട്ട് പോകില്ല എന്ന് പറയാം. ഇതൊക്കെ എത്ര കാലം നിങ്ങൾക്ക് ജനങ്ങളെ ഇങ്ങനെ പറ്റിക്കാൻ പറ്റും? ഇതൊന്ന് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അന്നേ തിരിച്ചറിഞ്ഞാണ് EMAയുടെ നാടകം കളിയാണ്, ഇത് വീണ ജോർജിന്റെ നാടകം കളിയാണ്. അതുകൊണ്ടാണ് പെടലി മന്ത്രി എന്നൊക്കെ പറഞ്ഞു കണ്ട് വീണ ജോർജിനെ ഈ സോഷ്യൽ മീഡിയ മുഴുവനും പൊങ്കാലിട്ടത്. ഇതൊരു പെടലി മന്ത്രി, അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു മറ്റേ ഒരു സിനിമയില്, ലാൽ ജോസിന്റെ ഒരു സിനിമയില്, അത്തരം കൊച്ചിൻ ഹനീഫ അങ്ങനെ ഒരു കഴുത്തിന് ബെൽറ്റ് ഇട്ട് നടക്കുന്ന ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു. ഇതേപോലെയാണ് കഴുത്തിന് ബെൽറ്റ് ഇട്ട് കണ്ട് കുറച്ചു കാലം നടന്നു. ഏതായാലും 1-2 ആ പോസ്റ്റിന് താഴെ, ഷാജൻ സ്കറിയുടെ പോസ്റ്റിന് താഴെ 1-2 കമന്റുകളുണ്ട്. ഷൈജോ വർഗീസ് പറയുന്നു, ഷംസീറിന്റെ തിരക്കഥയിൽ അപ്പം ഗോവിന്ദൻ സംവിധാനം ചെയ്ത് വീണ ജോർജ് പ്രധാന കഥാപാത്രമായും പിണറായി വിജയൻ ഗസ്റ്റ് റോളിലും തകർത്ത് അഭിനയിച്ച ജനങ്ങളെ ഞങ്ങൾ വിഡ്ഢികളാക്കി എന്ന നാടകത്തിൽ നിന്ന് ഒരു രംഗം. ആ ഷാജൻ സ്കറിയ പങ്കുവെച്ച ആ ചിത്രമുണ്ടല്ലോ, അതായത് പിണറായി വിജയൻ ഈ ICUവിൽ നോക്കി നെഞ്ചത്തടിച്ച് കരയുന്ന ചിത്രം, ആ ചിത്രത്തിന് ഷിജോ വർഗീസ് എഴുതിയ അടിക്കുറിപ്പാണ്. ഷംസീറിന്റെ തിരക്കഥയിൽ അപ്പം ഗോവിന്ദൻ സംവിധാനം ചെയ്ത് വീണ ജോർജ് പ്രധാന കഥാപാത്രമായും പിണറായി വിജയൻ ഗസ്റ്റ് റോളിലും തകർത്തഭിനയിച്ച ജനങ്ങളെ ഞങ്ങൾ വിഡ്ഢികളാക്കി. ഇതാണ് യഥാർത്ഥത്തിൽ ജനങ്ങളെ ഞങ്ങൾ വിഡ്ഢികളാക്കി. 4-ാം തീയതി ഈ വിഡ്ഢികളാക്കിയ ഈ പറയുന്ന നേതാക്കന്മാരുണ്ടല്ലോ, ഈ പറയുന്ന നാടകം കളിക്കാരെ ജനങ്ങൾ ശിക്ഷിക്കുന്ന ഒരു ദിവസമായിരിക്കും ഈ 4-ാം തീയതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ തന്നെ സംഭവിക്കും. കാരണം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നിങ്ങൾക്കൊന്നും പറ്റില്ല. ഷിബു വേദനിലയം എഴുതുന്ന എന്താണെന്നറിയോ? റെയിൽവേ സ്റ്റേഷൻ സംഘർഷഭരിതമാക്കി, യുദ്ധക്കളമാക്കി, കഴുത്തുപിടിച്ച് ഞെരിച്ചു, ഒടിച്ചു, വടിവാളിന് വെട്ടി 2 കഷ്ണമാക്കി, ICUവിൽ അഡ്മിറ്റാക്കി. പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിന്ന് മിന്നൽ വേഗത്തിൽ കണ്ണൂരിലേക്ക് കുതിച്ചെത്തി. 3 കോൺഗ്രസ് പിള്ളേർക്കെതിരെ 5 കോൺഗ്രസ് പിള്ളേർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്ത് 17 ദിവസം അകത്തു തള്ളി. സഖാക്കൾ സംസ്ഥാന വ്യാപകമായി അക്രമം അഴിച്ചുവിട്ടു. ഒന്നും ഉണ്ടായിട്ടില്ല, ഞാൻ അഭിനയിച്ചതാണെന്ന് 2 മാസം കഴിഞ്ഞപ്പോൾ ഇരയുടെ മൊഴി. അഭിനയിച്ചവളും തോൽക്കും, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവനും തോൽക്കും.
അഭിനയിച്ചവളും തോൽക്കും, അതിന് പിന്നിൽ കളിച്ചവനും. ഏതായാലും ഷംസീർ മത്സരിച്ചിട്ടില്ല, അപ്പൊ ഷംസീർ അല്ല ഉദ്ദേശിച്ചത്. ഇതിന് പിന്നിൽ കളിച്ച മറ്റൊരാളുണ്ട് കേട്ടോ, അയാളും തോൽക്കും. ആളാരെന്ന് മനസ്സിലായില്ലേ? അയാളും തോൽക്കും, രണ്ടുപേരും തോൽക്കും, ഒരു സംശയവും വേണ്ട. ഗ്ലാനിർഭവതി ഭാരതി എന്ന് പറയുന്നത്. മറ്റൊരു പോസ്റ്റാണ്. ഉളുപ്പില്ലേ എന്ന് മാഡം വീണ ജോർജിനോട് ചോദിക്കുന്നില്ല. കാരണം ആ ചോദ്യത്തിനുള്ള ഉത്തരം കുറച്ചു കാലമായി കേരളത്തിന് അറിയാം. പക്ഷെ മാഡം, നിങ്ങൾ ഒരു അമ്മ കൂടിയല്ലേ? നിങ്ങൾ പോലീസിനോട് പറഞ്ഞ പച്ച നുണകൾ കാരണം 5 വിദ്യാർത്ഥികൾ 15 ദിവസം ജയിലിനുള്ളിൽ അടയ്ക്കപ്പെട്ടു എന്നതിൽ ഒരല്പം പോലും നിങ്ങൾക്ക് കുറ്റബോധം തോന്നുന്നില്ലേ? CPM മന്ത്രി ആണെങ്കിലും മനുഷ്യത്വം ഇത്രത്തോളം ഇല്ലാതെ അധപ്പതിക്കണമായിരുന്നോ? അധികാരം എന്നത് ഇത്ര നികൃഷ്ടമായും വൈരാഗ്യബുദ്ധിയോടെയും ഉപയോഗിക്കുന്ന നിങ്ങൾ പൊതുരംഗത്ത് നിൽക്കുന്നത് തന്നെ നാടിന് അപകടകരമാണ്. ആയുധങ്ങൾ ഉപയോഗിച്ച് വിദ്യാർത്ഥികൾ നിങ്ങളെ കൊല്ലാൻ നോക്കിയെന്ന് പോലീസിന് വ്യാജമൊഴി നൽകിയതിന് നിങ്ങളുടെ സ്വന്തം ഗൺമാനാണ്. അങ്ങനെ വ്യാജമൊഴി നൽകിയത് നിങ്ങളുടെ സ്വന്തം ഗൺമാനാണ്. നിങ്ങളുടെ അറിവോടെ അല്ല അയാൾ അന്ന് ആ നുണ പറഞ്ഞത് എന്ന് ഞങ്ങളൊക്കെ വിശ്വസിക്കണം. അങ്ങനെയെങ്കിൽ വ്യാജമൊഴിയും വ്യാജ തെളിവും നൽകി പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയതിന് ആ ഗൺമാനെതിരെ ക്രിമിനൽ കേസ് എടുക്കണമെന്ന് നിങ്ങൾ തന്നെ ആവശ്യപ്പെടുമോ? സർക്കാരിന്റെ ശമ്പളം വാങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഒരിക്കലും ഇങ്ങനെ വ്യാജ തെളിവ് നൽകുന്നവനാകരുത്. പിന്നെ ഇതൊരു അവസരമായി കണ്ട് കേരളത്തിൽ മുഴുവൻ കോൺഗ്രസിനെ ആക്രമിക്കാൻ കലാപാഹ്വാനം നൽകിയ MV ഗോവിന്ദൻ, അയാളെക്കുറിച്ച് ഒന്നും തന്നെ പറയാനില്ല. അപ്പം ഗോവിന്ദനെ കുറിച്ച് ഒന്നും പറയാനില്ല എന്ന് പറയുന്നത്. കാരണം അയാളെക്കുറിച്ച് വേണ്ട, അയാളെക്കുറിച്ച് ഒന്നും പറയണ്ട. കാരണം ചില ആൾക്കാരെ കുറിച്ച് നമ്മൾ പറയരുത്, പറഞ്ഞിട്ട് കാര്യമില്ല, നന്നായില്ല. ചില സാധനങ്ങൾ കഴുകിയാലും നന്നാവില്ല നമ്മൾ പറയാറില്ലേ? കഴുകിയാലും നന്നാവാത്ത ചില സാധനങ്ങളുണ്ട്. അത്തരത്തിൽപ്പെട്ട ഒരു സാധനമാണ് അപ്പം ഗോവിന്ദൻ. ഷൈജു തുണ്ടിൽ പറയുന്നു, ലേ ചിന്ത ചേച്ചി, അച്ഛനില്ലാ നേരത്ത് അമ്മക്കുണ്ടായ പട്ടികളെ എന്ന് മുദ്രാവാക്യം വിളിച്ചത് വെറുതെ ആയല്ലോ. ഇപ്പോ ചിന്ത ചേച്ചിക്ക് ഇപ്പം ഭയങ്കര വിഷമുണ്ടാവും. എന്തിനായിരുന്നു ഞാനങ്ങനെ ആ മുദ്രാവാക്യമൊക്കെ വിളിച്ചത്? ഈ പറഞ്ഞ പടലി മന്ത്രി ഇങ്ങനെ ചതിച്ചല്ലോ എന്ന് ചിന്ത ചേച്ചി ഇപ്പോ പശ്ചാത്തപിക്കുന്നുണ്ടാവും. മറ്റൊരു പോരാളി വാസു എന്ന ഒരു പോസ്റ്റിന് താഴെ വന്നത്, വീണ ജോർജിനെതിരെ പ്രതിഷേധിച്ച KSU കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ബിദുൽ ബാലന്റെ വീടിന് നേരെ CPM പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ പറഞ്ഞുവിട്ട ഗുണ്ടാ സഖാക്കൾ ബോംബെറിഞ്ഞു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ കോഴിക്കോട്ട് ഒരു ബോംബേറുണ്ടായി, ബോംബെറിഞ്ഞു. പ്രായമായ അമ്മ ഓടി മാറിയത് കൊണ്ട് മരണം സംഭവിച്ചില്ല. ഇതാണ് CPMന്റെ രീതി. ഇവർ കേരളം ചോരക്കളമാക്കും. അപ്പൊ ഇങ്ങനെ നിരവധിയായ പോസ്റ്റുകളാണ് ആ വാർത്തകൾക്ക് കീഴെ വരുന്നത്. ഈ ഷാജൻ സ്കറിയേട്ട ഈ ഫോട്ടോക്ക് താഴെ വരുന്നത്. ഏതായാലും ഒരാനക്കള്ളം കൂടി അങ്ങനെ പൊളിഞ്ഞു. ഫെബ്രുവരി 25 കണ്ണൂരില് ആരോഗ്യമന്ത്രി വീണ ജോർജ് വന്ദേ ഭാരത് എക്സ്പ്രസിൽ തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നതാണ്. അപ്പോഴാണ് മന്ത്രിക്ക് കരിങ്കൊടി പ്രതിഷേധം, മന്ത്രിക്ക് നേരെ KSU കുട്ടികൾ റെയിൽവേ സ്റ്റേഷനിൽ 1ാം പ്ലാറ്റ്ഫോറത്തിലേക്ക് എത്തിയ വീണ ജോർജിന് നേരെ KSUക്കാർ കരിങ്കൊടി പ്രതിഷേധം നടത്തി. അന്ന് വീണ ജോർജ് ഈ ഒരു സ്ഥലത്ത് വെച്ച് മാത്രമായിരുന്നില്ല. അതായത് വീണ ജോർജ് പങ്കെടുത്ത ഒരു 5 പരിപാടികളോളം അന്ന് കണ്ണൂർ ജില്ലയിലുണ്ടായിരുന്നു. ആ സ്ഥലങ്ങളിലെല്ലാം KSUക്കാർ, MSFകാർ ഒക്കെ കരിങ്കൊടി പ്രകടനങ്ങൾ നടത്തിയിരുന്നു. അതിലെനിക്ക് തോന്നുന്നു ഒരിടത്ത് ഈ MSFകാർ നടത്തിയ കരിങ്കൊടി പ്രകടനത്തിൽ MSFകാരും യൂത്ത് ലീഗുകാരൊക്കെ ഉണ്ട് തോന്നുന്നു. ആ ഒരു കരിങ്കൊടി പ്രകടനം നടത്തിയപ്പോഴാണ് SFIക്കാരും DYFIക്കാരും ചേർന്നിട്ട് ആ കരിങ്കൊടി പ്രകടനം നടത്തിയ ആൾക്കാരെ മർദ്ദിച്ചത്. അത് ഇത്തരം സംഭവങ്ങൾ സാധാരണ ഉണ്ടാകാറുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ആ നവകേരള സദസ്സിലൊക്കെ, നവകേരള യാത്രയിലൊക്കെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ്സുകാരെ കൈകാര്യം ചെയ്തത് SFIയുടെയും DYFIയുടെയും ഒക്കെ ഗുണ്ടകളായിരുന്നു. അപ്പൊ അതുപോലെ ഈ SFI DYFI ഗുണ്ടകള് വീണ ജോർജിനെതിരെ കരിങ്കൊടി പ്രകടനം നടത്തിയ യൂത്ത് ലീഗുകാരെയും MSFകാരെയും ഒക്കെ അടിച്ചു ഓടിച്ചു. പിന്നെ പങ്കെടുത്ത മറ്റു പല സ്ഥലങ്ങളിലും ഇതേപോലെ KSUക്കാർ അതുകൊണ്ട് തന്നെ ഈ കരിങ്കൊടി പ്രകടനം കുറേ കൂടിയും എന്താ പറയുക, ഒരു ശക്തമായ രീതിയിലുള്ള കരിങ്കൊടി പ്രകടനമൊക്കെയാണ് നടന്നത്. അങ്ങനെയാണ് അവസാനം അവർ വൈകിട്ട്, എനിക്ക് തോന്നുന്നു ഒരു വൈകിട്ട് ഒരു 3 മണിയോടെയാണ് വന്ദേ ഭാരത് ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് അവർ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ 1ാം പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയത്. അപ്പോൾ 1ാം പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയപ്പോഴാണ് ഒരു 3-4 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി വീശിക്കൊണ്ട് പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. എല്ലാ ആൾക്കാരും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ആ റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് പോലീസുകാരുടെ വനിതാ പോലീസുകാരടക്കം, മന്ത്രിയുടെ ഗൺമാൻ അടക്കം, അങ്ങനെ ഈ ഒരു വൻ പോലീസ് പടയുടെ എന്താ പറയാ, പോലീസ് പടയുടെ ഒരു സംരക്ഷണത്തിലാണ് ആരോഗ്യമന്ത്രി ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നത്. അപ്പോഴാണ് ഈ KSUക്കാർ
കരിങ്കൊടി പ്രകടനവുമായി വരുന്നത്. പ്രതിഷേധം എന്നൊക്കെ ഒച്ചത്തിൽ വിളിച്ചുകൊണ്ടാണ് ഇവര് ഈ ഒരു കറുത്ത തുണി വീശിക്കൊണ്ട് ഈ ആരോഗ്യമന്ത്രിയുടെ അടുത്തേക്ക് വരുന്നത്. പക്ഷെ അടുത്തൊന്നും എത്തിയില്ല. അവര് എത്തുന്നതിന് മുമ്പ് തന്നെ പോലീസുകാർ അവിടെ തടഞ്ഞു, പോലീസുകാർ അവരെ പിടിച്ചുകൊണ്ടുപോയി. ഇതൊക്കെ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ് കേട്ടോ. അങ്ങനെ ഇത് ഞാൻ നിങ്ങളുടെ ഓർമ്മയിലേക്ക് പറയാണ്, 2 മാസം മുമ്പാണ്. ഇന്നൊരു 25-ാം തീയതിയാണ്. ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്നത് ഏപ്രിൽ മാസം 25-ാം തീയതിയാണ്. ഈ സംഭവം നടന്നത് ഫെബ്രുവരി 25-നാണ്, 2 മാസം മുമ്പ്. അങ്ങനെ ഈ ആരോഗ്യമന്ത്രി അവിടുന്ന് തന്നെ ഈ പ്രതിഷേധക്കാരെയൊക്കെ പോര് വിളിച്ചു. അതായത് വരുന്നടാ ഞാൻ കാണിച്ചു തരടാ, നിങ്ങൾക്ക് എന്താടാ വേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രിയുടെ ഭയങ്കര ഷോക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനുമായി പരിചയമുള്ള ആൾക്കാർക്ക് അറിയാം, 1-ാം പ്ലാറ്റ്ഫോമിൽ നിന്ന് 3-ാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തണം. തിരുവനന്തപുരത്തേക്കുള്ള വണ്ടികളൊക്കെ ആ വഴിക്കാണ് പോകുക. അപ്പം 3-ാം പ്ലാറ്റ്ഫോമിൽ എത്തണമെങ്കിൽ ഇവര് കുറച്ച് അധികം നടന്നിട്ട് അവിടെ എന്താ പറയാ ഈ സ്റ്റെയർ കേസ് ഒക്കെ കയറിയിട്ട് 3-ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകുമ്പോഴത്തേക്ക് എന്താ ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 മിനിറ്റ് തന്നെയാകും സാവധാനം നടന്നു പോവുകയാണെങ്കിൽ. പോട്ടെ, ഒരു 5 മിനിറ്റ് എങ്കിലും ഇവർ നടന്ന് 3-ാമത്തെ പ്ലാറ്റ്ഫോമില്. അപ്പോൾ അതിന്റെ ഇടയിലൊക്കെ പത്രക്കാർ വരുന്നുണ്ട് ഇവരോട്, ഈ വീണ ജോർജിന്റെ അടുത്ത്. എന്താണ് സംഭവം, എന്താണ്? അപ്പൊ പറഞ്ഞ് ഈ നിങ്ങൾ എന്റെ അടുത്തേക്ക് വരണ്ടെന്നൊക്കെ പറഞ്ഞാണ്ട് ഇവരിങ്ങനെ ആക്രോശിക്കുകയാണ് പത്രക്കാരോട്. അതൊക്കെ അപ്പം പോലീസുകാരൊക്കെ പത്രക്കാരെ വിരട്ടി വിടുന്നുണ്ട്. മന്ത്രിയെ നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യല്ല എന്നൊക്കെ പറഞ്ഞാണ്ട് വിടുന്നുണ്ട്. അങ്ങനെ മന്ത്രി 3-ാമത്തെ പ്ലാറ്റ്ഫോമിലെത്തി. അവിടെ ഒരു ബെഞ്ചിൽ അല്ലെങ്കിൽ ഒരു സിമന്റ് തറയിൽ അവിടെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ സ്പീക്കർ ഷംസീറും ആ വന്ദേ ഭാരത് ട്രെയിനിൽ തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പൊ ഈ വീണ ജോർജ് ഷംസീർ അപ്പോൾ ആ രംഗത്തൊന്നും ഇല്ല കേട്ടോ. നേരത്തെ കരിങ്കൊടി പ്രകടനം നടത്തിയ രംഗത്തൊന്നും ഷംസീർ ഇല്ല. ഷംസീർ 3-ാം പ്ലാറ്റ്ഫോമിൽ നേരത്തെ ഉണ്ടായിരുന്നു. അങ്ങനെ ഷംസീർ വീണ ജോർജിന്റെ അടുത്തേക്ക് ഇങ്ങനെ പോയി എന്തോ സംസാരിച്ചു. അപ്പോഴാണ് പത്രക്കാർ വന്നിട്ട് വീണ ജോർജിനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് പെട്ടെന്ന് വീണ ജോർജിന്റെ ഭാവം മാറുകയാണ്. അവിടെ വെച്ചിട്ടാണ് വീണ ജോർജ് നാടകം കളിക്കാൻ തുടങ്ങുന്നത്. സ്ക്രിപ്റ്റ് ആര് പറഞ്ഞു കൊടുത്തു? ഷംസീർ പറഞ്ഞു കൊടുത്തു. ഷംസീർ പറഞ്ഞ സ്ക്രിപ്റ്റിനനുസരിച്ച് പെട്ടെന്ന് വീണ ജോർജ് കഴുത്തിന്റെ ഈ ഭാഗം ഇങ്ങനെയാണ്ട് അവിടെ ഇങ്ങനെ അമർത്തിപ്പിടിച്ചു. കഴുത്തിന് വേദന. അപ്പോഴത്തേക്ക് പത്രക്കാർ ചോദിച്ചാൽ എന്താ സംഭവം? അപ്പോ വീണ ജോർജ് മറുപടി പറയാൻ വീണ ജോർജ് പറഞ്ഞ കഴുത്തിന് വേദന എന്ന് പറഞ്ഞ ഉടനെ ഷംസീർ പറഞ്ഞു, ഞാൻ പറയാം, അവിടെ KSUക്കാരുടെ ഗുണ്ടകൾ ആരോഗ്യമന്ത്രിയെ ആക്രമിച്ചു. അപ്പം പത്രക്കാർ ചോദിച്ചു, ഞങ്ങളൊക്കെ കണ്ടല്ലോ, ഇത് പ്രതിഷേധമല്ലേ, കരിങ്കൊടി പ്രതിഷേധം എന്ന് വിളിച്ചുകൊണ്ട് ഇവർ കരിങ്കൊടി വീശിയതല്ലേ? അപ്പൊ ഈ മന്ത്രി കുറെ വിട്ടിട്ടാണല്ലോ നിൽക്കുന്നത്. അപ്പൊ മന്ത്രിക്ക് എങ്ങനെയാണ് കഴുത്തിന് പറ്റിയത്? അല്ലല്ല, അത് പ്രതിഷേധം ഞങ്ങളൊക്കെ പ്രതിഷേധിച്ചിട്ടുണ്ട്. ഷംസീർ പറയാണ്, ഞങ്ങളൊക്കെ പ്രതിഷേധിച്ചിട്ടുണ്ട്. ഇതല്ല, ഇത് ആക്രമിച്ചു, ഇത് ആക്രമിച്ചതാണ് എന്ന് ഷംസീർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മിനിസ്റ്റർക്ക് വയ്യ, മിനിസ്റ്റർക്ക് സംസാരിക്കാൻ വയ്യ, മിനിസ്റ്ററുടെ കഴുത്തൊടിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് മിനിസ്റ്ററെ ഉടനെ ആശുപത്രിയിലേക്ക് നീക്കണം. അപ്പോഴത്തേക്ക് ആകെ സീൻ മാറി. അവിടേക്ക് മറ്റേ ഒരു വണ്ടി വരുന്നു, അതിൽ മിനിസ്റ്ററെ കയറ്റുന്നു. അങ്ങനെ മിനിസ്റ്ററെ ഇവിടെ ജില്ലാ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നു. അപ്പോഴത്തേക്ക് ആകെ നാടാകെ കലാപം തുടങ്ങി. അതായത് മിനിസ്റ്ററെ ആക്രമിച്ചു ആര്? KSU ഗുണ്ടകൾ മിനിസ്റ്ററെ ആക്രമിച്ചു. അപ്പോഴത്തേക്ക് ഈ CCTV ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ഈ അവിടെ 10-40ഓളം മാധ്യമ പ്രവർത്തകരുണ്ട്. ഇവരുടെ ഒക്കെ ഈ ക്യാമറകളുണ്ട്, വീഡിയോ ക്യാമറകളുണ്ട്. എല്ലാ ചാനലുകളും ഈ ദൃശ്യങ്ങൾ പകർത്താൻ വേണ്ടി എത്തിയിരുന്നു. എവിടെയും ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ മന്ത്രിയെ ആക്രമിക്കുന്ന ദൃശ്യമില്ല, CCTVയിൽ ദൃശ്യമില്ല. ആകെ ചെയ്തത് ഇവർ കരിങ്കൊടി വീശിക്കൊണ്ട് ഈ പോലീസുകാരുടെ അടുത്തേക്ക്, മന്ത്രിയുടെ അടുത്തേക്ക് പോലും അല്ല, പോലീസുകാരുടെ അടുത്തേക്ക് വരും. അപ്പോഴത്തേക്ക് പോലീസുകാർ ഇവിടെ പിടിച്ചു മാറ്റുന്നുണ്ട്. പക്ഷെ സഖാക്കൾക്ക് ഇതൊന്നും പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. മന്ത്രി ആക്രമിച്ചു. അപ്പോഴത്തേക്ക് ഗോവിന്ദൻ, ഏത് ഗോവിന്ദൻ? MV ഗോവിന്ദൻ, നമ്മുടെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു, അദ്ദേഹം വിതുമ്പിക്കൊണ്ടാണ് പറഞ്ഞത്, വീണ ജോർജിന്റെ കഴുത്ത് എന്തോ മാരകമായ ആയുധം കൊണ്ട് ഇടിച്ചു, കഴുത്ത് തിരിച്ചു, കഴുത്ത് വളച്ചു, കഴുത്ത് ഒടിച്ചു. ആരാ പറഞ്ഞത്? പാർട്ടി സെക്രട്ടറി MV ജയരാജൻ കണ്ണൂർ എന്ന് പറഞ്ഞു. വീണ ജോർജിനെ ആക്രമിച്ചു. വീണ ജോർജിന്റെ കഴുത്ത് മാരകമായ ആയുധം ഉപയോഗിച്ച്, എന്തോ ഒരു മാരകമായ ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചു, കഴുത്ത് ഒടിച്ചു, തിരിച്ചു, വളച്ചു. വധശ്രമം. അപ്പോഴത്തേക്ക് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് രാത്രിയാകുമ്പോഴത്തേക്ക് അവരെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിക്കുന്നു. പരിയാരം മെഡിക്കൽ കോളേജിൽ 16ഓളം വിദഗ്ധ ഡോക്ടർമാർ, വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ തലവന്മാർ ഇവരെ പരിശോധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നമാണ് ഇവർക്കുള്ളത്. ഇവരുടെ കശേരുക്കളുടെ എന്തൊരു മൂലാഗ്രം വിട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് ദിവസങ്ങളോളം ഇവർക്ക് ഇവർക്ക് ചികിത്സ നടത്തണം, എന്നാലൊക്കെ ശരിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ ICUയിലേക്ക് മാറ്റി. അപ്പോഴത്തേക്ക് മുഖ്യമന്ത്രി വരുന്നു, KK രാഗേഷ് വരുന്നു. പിണറായി വിജയനും KK രാഗേഷും ആകെ നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് ICUയിലേക്ക് പാഞ്ഞെത്തുന്നു. ICUയിൽ ഇവര് ആരോഗ്യമന്ത്രി ഇങ്ങനെ വെട്ടിയിട്ട്
ചീത്ത വാഴ പോലെ ഇങ്ങനെ കിടക്കുകയാണ്, കഴുത്തൊന്നും അനക്കാതെ ഇങ്ങനെ കിടക്കുകയാണ്. ആകെ പ്രശ്നം. ഇടക്കിടക്ക് മെഡിക്കൽ റിപ്പോർട്ടുകൾ വരുന്നു, മെഡിക്കൽ അപ്ഡേറ്റ്സ് വരുന്നു. ആരോഗ്യമന്ത്രിയുടെ കഴുത്തിന് ഭയങ്കര ക്ഷതമാണ്, അത് രക്ഷപ്പെടുമെന്ന് തന്നെ ബുദ്ധിമുട്ടാണ്. ആ രീതിയിലൊക്കെയാണ് വരുന്നത്. 16ഓളം ഡോക്ടർമാർ ഒപ്പിട്ടതാണ് എന്ന് പറഞ്ഞാൽ ദിവസങ്ങളോളം ഇവർക്ക് ചികിത്സ ആവശ്യമാണ്. അതുകൊണ്ട് ഇവരെ ICUവിൽ നിന്ന് പുറത്തെത്തിക്കാൻ ഒരു മാർഗവുമില്ല എന്ന് പറഞ്ഞിട്ട് ICUവിലാക്കുകയാണ്. പിറ്റേന്ന് നേരം പുലർച്ചയാകുമ്പോഴത്തേക്ക് ആരോഗ്യമന്ത്രിയെ കാണാനില്ല. വീണ ജോർജിനെ പിറ്റേന്ന് രാവിലെ കാണാനില്ല. എവിടെ പോയി? ICUവിൽ ഇല്ലാന്നേ. അപ്പോഴാണ് വീണ ജോർജ് കാറ് കയറിയിട്ട് ഇവരുടെ എവിടെ പോയതെന്ന് ആദ്യം അറിയില്ലായിരുന്നു. പിന്നെ മനസ്സിലായത് പത്തനംതിട്ടയിൽ ഇവരുടെ വീട്ടിലേക്കാണ് ഇവർ കാർ ഓടിച്ച് ഇവർ പോയത്. കഴുത്തിന്റെ മൂലാഗ്രം വിട്ടുപോയ ആള് കാർ ഓടിച്ച് പോയി. അങ്ങനെ ഇവർ കളിച്ചത് നാടകം. അപ്പോഴാണ് ഇവരുടെ ഗൺമാൻ മൊഴി നൽകിയത് ഒരു ആയുധം കൊണ്ടാണ് ഇവരെ ആക്രമിച്ചത്. എന്തോ ഒരു വലിയ ആയുധം കൊണ്ട് ഇവരെ ആക്രമിച്ചു, അതിഭീകരമായി ആക്രമിച്ചു, വധിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നതാണ്. ഏറ്റവും പ്രധാനമായിട്ടും മന്ത്രിയുടെ ഗൺമാനാണ് ആ ഒരു മൊഴി നൽകിയത് പോലീസിന്. അങ്ങനെയാണ് FIR ഇട്ടത്. മന്ത്രിയെ അതിഭീകരമായി KSU ഗുണ്ടകൾ ആക്രമിച്ചു. അങ്ങനെയാണ് അന്ന് രാത്രി തന്നെ, എനിക്ക് തോന്നുന്നു രാത്രിയാണ് FIR ഇട്ടത്. പുലരും മുമ്പ് തന്നെ ഈ 5 KSU നേതാക്കന്മാരെ പോലീസ് അവരുടെ വീട്ടിൽ കയറി ഇവരെ പൊക്കി 14 ദിവസം അല്ലെ, 14 ദിവസം, 14 18 എനിക്ക് കൃത്യതയില്ല, 14 18 ദിവസം ഇവരെ ജയിലിലിട്ടു. ഇവർക്ക് ജാമ്യം കൊടുത്തില്ല. അവസാനം 18 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ 5 പേർക്ക് ജാമ്യം കൊടുക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് നാടാകെ കലാപമാണ്. അപ്പോഴാണെന്ന് തോന്നുന്നു ചിന്താ ജെറോം മറ്റേ എന്താ പറയാ, അച്ഛനില്ലാ നേരത്ത് അമ്മക്കുണ്ടായ പട്ടികളെ എന്നൊക്കെ വിളിച്ച് കണ്ടൊരു ഒരു ജാഥ നടത്തിയല്ലോ. അച്ഛനില്ലാ നേരത്ത് അമ്മക്കുണ്ടായ പട്ടികളെ എന്നൊക്കെ വിളിച്ചിട്ട് ചിന്താ ജെറോമിന്റെ നേതൃത്വത്തിലുള്ള ഒരു ജാഥ നടത്തി. നാടാകെ യൂത്ത് കോൺഗ്രസ്സുകാരുടെ ബാനറുകളൊക്കെ വലിച്ചു കീറുന്നു. യൂത്ത് കോൺഗ്രസിനെതിരെ KSUവിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു. കോഴിക്കോട്ട് ഒരു KSUവിന്റെ ഒരു ജില്ലാ നേതാവിന്റെ വീട്ടിലേക്ക് ബോംബെറിയുന്നു. എന്തോ ഭാഗ്യത്തിന് ആ നേതാവിന്റെ അമ്മ അവിടുന്ന് കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് അവിടുന്ന് മാറിയിട്ടുണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ആ സ്ത്രീയിൽ കൊല്ലപ്പെടേണ്ടതായിരുന്നു. ആ വീട്ടിലേക്ക് ബോംബ് വലിച്ചെറിഞ്ഞു, ബോംബ് പൊട്ടുന്നു. ആ അമ്മ എന്തോ ഒരു അത്ഭുതത്തിന് രക്ഷപ്പെടുന്നു. ആകെ നാട് നീള കലാപം. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്താണെന്നറിയോ, ഇത്രയും 2 മാസമായിട്ടും ഇവർ മൊഴി നൽകിയിരുന്നില്ല പോലീസിന്. അതായത് ഇങ്ങനെ ഒരു വലിയ വധശ്രമം ഉണ്ടായിട്ടും ആരോഗ്യമന്ത്രി പോലീസിന് മൊഴി നൽകിയിരുന്നില്ല. ഇതാ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് വോട്ടൊക്കെ പെട്ടിയിലായപ്പോൾ 2 ദിവസം മുമ്പ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പോലീസ് നൽകിയ മൊഴി പുറത്തു വന്നിരിക്കുകയാണ് കേട്ടോ.